ഏതോ ഓർമ്മകളിൽ മുഴുകിയിരുന്ന ഞാൻ ഇറങ്ങുന്നില്ലേ എന്ന ചോദ്യം കേട്ട് ഞെട്ടിയുണർന്നു. ബസ് ഇറങ്ങിയപ്പോൾ ഷാൾ കാലിലൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് പതുക്കെ ചവിട്ടുപടിയിറങ്ങി. സമയം 6:30 കൂറ്റാക്കൂരി ഇരുട്ട്. കവലയിൽ നല്ല വെളിച്ചമുണ്ട്. പുകമഞ്ഞിൽ വെളിച്ചം മങ്ങിയതുപോലെ. അതോ കണ്ണിൻ്റെ പ്രശ്നമാണോ? മൊബൈലിൽ ബാറ്ററി തീർന്നിരിക്കുന്നു. ഇനി എങ്ങനെ ലൈറ്റ് ഓൺ ചെയ്യും? ഇരുട്ടത്ത് വീട് വരെ എത്താൻ കടയിൽ നിന്ന് മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ചു. ക്രിസ്മസിൻ്റെ തിരക്ക് കവലയിൽ നല്ലപോലെ ഉണ്ടേ. 3 വീടുകൾക്കപ്പുറം എൻ്റെ വീട്. നടന്നു. റബ്ബർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്നു. സ്വല്പം നടന്നപ്പോൾ പുറകിൽ നിന്ന് ആരോ നടന്ന് അടുത്ത് വരുന്നതായി തോന്നി. തോന്നലല്ല. ഇതെന്താ താമസിച്ചോ? ഞാൻ പറഞ്ഞു. അതെ. സ്പീഡിൽ നടന്നു. അധികം ആരോടും സംസാരിക്കില്ല ഇവിടെ ഉള്ളവരോട് ഞാൻ. ഒരു കാര്യം പറഞ്ഞാൽ 10 കാര്യം പറയേണ്ടി വരുമേ. അപ്പോൾ വീണ്ടും ചോദ്യം, പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. സ്ത്രീ അടുത്തടുത്തായി നടന്നു വരുന്നത് പോലെ തോന്നി. നേർത്ത കാറ്റിൽ തിരിയണഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടത്തെയാണ് നിങ്ങൾ? പേടിക്കേണ്ട കേട്ടോ, ഞാനും ഒറ്റയ്ക്കാ. എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇവിടെ അടുത്ത് വരെ വന്നതാണ്. വീടെത്തി. അവർ തൊട്ടുപുറകിൽ തന്നെയുണ്ട്. ഇതല്ലേ വീട്? അതെ. പൊയ്ക്കോളൂ, ഞാനിവിടെ നോക്കി നിന്നോളാം. സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ വീട് തുറന്നു. കയറിയോ? ഞാൻ പറഞ്ഞു. കയറി. ലൈറ്റ് ഇട്ടു. തിരികെ നന്ദി പറയാൻ നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ലൈഫ് ഒന്നേയുള്ളൂ. മണ്ണിൽ പുതയാനുള്ളതല്ലേ നമ്മളും. ജീവിക്കുക മരണം വരെ സന്തോഷത്തോടെ. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ. ഇവളിവിടെ വീട് പണിയിൽ തന്നെയാണേ.